ഒരു നിമിഷം നമ്മുടെ മോളെപ്പോലെ കണ്ട് ഈ പൊന്നുമോളുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് നോക്കണേ. കഴിഞ്ഞ 9 ദിവസങ്ങളായി 1.25 വയസ്സുള്ള തങ്ങളുടെ മൻഹമോൾ ഒന്ന് കണ്ണു തുറക്കുന്നതും കാത്ത് ഈ ഉപ്പയും ഉമ്മയും ഐസിയുവിന്റെ വരാന്തയിൽ നിറമിഴികളോടെ കാത്തു നിൽക്കുന്നു. എന്റെ കയ്യിലിനി ഒന്നുമില്ല. എന്റെ മോള് 10 ദിവസമായി കണ്ണു തുറന്നിട്ട് ഡോക്ടർമാര് വരെ കൈയൊഴിഞ്ഞ ഒരവസ്ഥയിലാണ്. ഞങ്ങളെ രക്ഷിക്കണം. എന്റെ കുഞ്ഞിനെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാനുള്ളത് എന്തെങ്കിലും ഒരു വഴി നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ചെയ്തു തരണം. എന്റെ മോള് ജന്യൊന്നും അനങ്ങാതെ കിടക്കയില്ല. ഷുഗർ ഉണ്ടാവുന്നില്ല, കുടലിന് അസുഖം എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇനി ഒരു വഴിയുമില്ല. ഇവിടെ ഉള്ളവർ വേറെ എവിടെയെങ്കിലും കൊണ്ടുവെക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങളെ സഹായിക്കണം. എന്റെ മോളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. എന്തെങ്കിലും ഒരു സഹായം എല്ലാവരും ചെയ്തു തരണം. വേറെ ഒരു വഴിയും ഇല്ല. ഞങ്ങളെ എല്ലാവരും എന്നെ സഹായിക്കണം. എന്റെ കുടുംബത്തെ, എന്റെ കൊച്ചിനെ നിങ്ങൾ തിരിച്ചു തരണം. അസ്സലാമലൈക്കും. എന്റെ മോള് മൻഹ 1.25 വയസ്സുള്ള കൊച്ചിന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്റെ മോള് 10 ദിവസം കൊണ്ട് SITയിലാണ്. ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ സാമ്പത്തികമായിട്ടും എല്ലാം ബുദ്ധിമുട്ടിലായിരിക്കുന്നുണ്ട്. 11 മാസം കൊണ്ട് ഞാൻ എന്റെ കൊച്ചിനെ നോക്കി. എന്നെ കൊണ്ട് നിവൃത്തിയില്ല. എല്ലാവരും എന്റെ കൊച്ചിന് വേണ്ടി സഹായിക്കണം, പ്രാർത്ഥിക്കണം. എനിക്ക് വേറെ വഴിയില്ലാത്തതാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. അസ്സലാമലൈക്കും പ്രിയമുള്ളവരെ, നമസ്കാരം. ഷെയ്ൻ കെ മജീദാണ്. എന്റെ കൂടെ PMS സലാമുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം SRT ഹോസ്പിറ്റലാണ്. വളരെ എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പൊന്നുമോള് 1.25 വയസ്സ് മാത്രമുള്ള പ്രായമുള്ള മൻഹമോള് വളരെ ക്രിട്ടിക്കലായിട്ട് ഇവിടെ SRT ഹോസ്പിറ്റലിലെ ICUവിലാണ്. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഈ പൊന്നുമോളെ ജീവൻ രക്ഷിക്കാനായിട്ട് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്ക് ഡോക്ടർമാർ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ, സത്യം പറഞ്ഞാൽ 100 രൂപ എടുക്കാൻ പോലും കയ്യിലില്ലാത്തതിന്റെ പേരിൽ വളരെയധികം വിഷമിച്ച് കഴിയുന്ന വാപ്പയും ഉമ്മയുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പ്രിയമുള്ളവരെ, നിങ്ങൾ സഹായിക്കും, നമ്മൾ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിപ്പോ വളരെ അടിയന്തരമായിട്ട് ഇവിടെ നിന്ന് ഈ പൊന്നുമോളെ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയാണ്. മൻഹമോള് ജനിച്ച് 2 മാസം പ്രായമുള്ളപ്പോൾ ലിവറിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. കുടലൊക്കെ ഇങ്ങനെ പിരിഞ്ഞു കിടക്കുന്നതിന്റെ പേരിൽ ഈ പിഞ്ച് ശരീരത്തിൽ ഇതിനോടകം 3 സർജറികൾ കഴിഞ്ഞിട്ടുണ്ട്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഇല്ലാത്തതിന്റെ പേരിൽ ഈ മോളുടെ ശരീരത്തിൽ ഷുഗറിന്റെ ഉൽപാദനമില്ല. ഒരുപാട് വലിയ പരീക്ഷണങ്ങളിൽ കൂടി കടന്നു വന്നിരുന്ന ഒരു മോളാണ്. ഇനി ഈ മോളുടെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ സഹായിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. പ്രിയമുള്ളവർ, നിങ്ങളുടെ പ്രാർത്ഥന അത് ഈ മോളുടെ പേരിലുണ്ടാകണം. അസ്സലാമലൈക്കും. ഷഹീൻക പറഞ്ഞ പോലെ തന്നെ ഇവര് കൊല്ലം ജില്ലയില് പരവൂര് തെക്കും ഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പാവങ്ങളാണ്. ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ. സത്യത്തിൽ അത് കണ്ടാൽ കരളലിയിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഒരാളും ഈ കുടുംബത്തിന് സഹായത്തിനില്ല. ആ കുട്ടിയുടെ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അതിന്റെ വാപ്പ പറഞ്ഞതും ഒക്കെ വളരെ ദയനീയ അവസ്ഥയാണ് സഹോദരന്മാരെ. നമ്മൾ കണ്ടിട്ട് തന്നെ എന്താ പറയുക, നമ്മളുടെ ഒരു മക്കളെ പോലെ, ഒരു മകളെ പോലെ കണ്ടുകൊണ്ട് ഏറ്റെടുത്ത് ആ കുഞ്ഞു ശരീരത്തിൽ 3 സർജറിയോളം ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് നിങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിക്കണം. ആര് കൈയൊടിയരുത്. നിങ്ങൾക്കൊക്കെ ഓരോ രൂപയ്ക്കും നിനക്ക് സർവ്വശക്തനെ നിനക്ക് കൂലി കിട്ടുന്ന കാര്യം തന്നെയാണ്. ഈ സഹോദരിയൊക്കെ ആ ICUവിൽ നിൽക്കുകയാണ്. അവരുടെ കാലിലൊക്കെ എന്താ വാദം ബാധിച്ചൊരവസ്ഥയാണ് അവർ നിന്ന് 9 ദിവസമായിട്ട് ആ പൊന്നുമോള് കണ്ണ് തുറക്കാതെ ആ കുട്ടിയുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി ഈ ഉമ്മ കാത്തിരിക്കുകയാണ്. ദയവ് നിങ്ങൾ സഹായിക്കണം. നിങ്ങളെല്ലാവരും ദ്വാരയിൽ ഇപ്പോൾ ഈ പൊന്നുമോളെ ഉൾപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമലൈക്കും. ഞാൻ ഷുഹൈബ്, പരവൂർ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റാണ്. എല്ലാവരുടെയും സഹായവും സഹകരണവും ആ കുട്ടിയുടെ ജീവൻ നിലനിർത്തുന്ന ആവശ്യത്തിലേക്ക് വളരെ അടിയന്തരമായി വന്നിരിക്കുന്ന ഒരു ഘട്ടമാണ്. എല്ലാവരുടെയും സഹായവും ദുആയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ വാർഡിന്റെ മുൻ കൌൺസിലറാണ്. എന്റെ പേര് വിജയകുമാർ കുറുപ്പെന്നാണ്. ലക്ഷങ്ങൾ ചെലവുള്ള ഇതിനെ നിങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ, ഇത് കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ആവുന്നത്ര സഹായം ചെയ്ത് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ്. എന്റെ പേര് ഷെരീഫ്. നമ്മളിവിടെ ചാരിറ്റി നടത്തുന്ന ആളാണ്. പക്ഷേ ഈ കുട്ടി 2-3 വർഷമായിട്ട് പല ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ച് കയ്യിൽ
ഉള്ള പൈസയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈ കുട്ടിക്ക് തുടർന്ന് ചികിത്സയ്ക്കുള്ള പൈസ ഇല്ല. നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് സഹായിച്ചു, അതൊക്കെ അന്നേ തന്നെ തീർന്നു. ഇനി പൈസ വേണമെങ്കിൽ നിങ്ങളുടെ സഹായം വേണം. അതുകൊണ്ട് ഈ കുട്ടിക്ക് നിങ്ങൾ ദയവ് എന്തെങ്കിലും സഹായിക്കണം.